വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഡൗട്ട്സ് ശരിക്കും എന്തോ ഈ സ്പോക്കൺ ഇംഗ്ലീഷ് ഒരു ഭയങ്കര വലിയൊരു ഡൗട്ടാണല്ലേ. സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറയുന്നതും കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അവർ രണ്ടാണോ, അവർ ഒന്നാണോ? ഇതൊക്കെ ഭയങ്കര ഡൗട്ട്സ് ആണ്. ലെറ്റ്സ് ക്ലിയർ ദാറ്റ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ചിക്കൻ കറി ഉണ്ടാക്കണം. സാധാരണഗതിയിൽ നമ്മൾ എന്ത് ചെയ്യും? കടയിൽ പോയിട്ട് ചിക്കൻ വാങ്ങിക്കും. ചിക്കൻ വാങ്ങിച്ചിട്ട് നമ്മൾ ഇന്നുണ്ടാക്കുന്നില്ലെങ്കിൽ ഫ്രീസറിനകത്ത് വെക്കും. നാളത്തെ ദിവസം നേരത്തെ എടുത്ത് പുറത്ത് വെക്കുന്നു, നമ്മൾ കറി ഉണ്ടാക്കുന്നു. സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിനെ പറ്റി പ്രത്യേകിച്ച് യാതൊരു വിധ രീതിയിലുമുള്ള ഒരു ജ്ഞാനമോ പരിജ്ഞാനമോ ഒന്നും തന്നെ അടിസ്ഥാനം ബേസിക് പോലും അറിയാത്ത ആളുകൾക്ക് വേണ്ടി ഒരു തുടക്കം, ഒരു കാൽവെപ്പ്, ഒരു ബേബി സ്റ്റെപ്പ് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്നതാണ് സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. സ്പോക്കൺ ഇംഗ്ലീഷ് വെച്ച് നമുക്ക് കമ്മ്യൂണിക്കേറ്റിംഗ് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുമോ? അതായത് സ്പോക്കൺ ഇംഗ്ലീഷ് മാത്രം വെച്ച് കമ്മ്യൂണിക്കേഷൻസ് ശരിയാക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ സിമ്പിളാണ്. റോ ചിക്കൻ നിങ്ങൾ കഴിക്കാൻ റെഡിയാണോ? അതായത് പച്ചയായ ചിക്കൻ നിങ്ങൾ കഴിക്കാൻ റെഡിയാണോ? അതായത് സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഈ പച്ചയായ ചിക്കന് വാങ്ങിച്ചുകൊണ്ട് വരുന്ന പ്രോസസ്സ് വരെ ഉള്ളൂ. ചിക്കൻ കറിയായി കഴിഞ്ഞാലല്ലേ നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ആ ലെവലിലോട്ട് കയറുന്നതിനെയാണ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അതായത് ഒരു തുടക്കക്കാരന് ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അയാളൊരു ബിഗിനറായിട്ട് തുടങ്ങണമെങ്കിൽ തുടങ്ങുന്നത് എപ്പോഴും സ്പോക്കൺ ഇംഗ്ലീഷിലാണ്. പക്ഷേ അയാൾക്ക് അവിടെ തന്നെ നിൽക്കാതെ മുൻപോട്ട് അയാളുടെ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസിനെ കുറച്ചും കൂടെ വളർത്തണം. ആളുകളോടൊക്കെ സംസാരിക്കണം, സംസർഗമൊക്കെ ചെയ്ത് അടുത്ത ലെവലിലോട്ട് കയറണമെങ്കിൽ ഈ സ്പോക്കൺ ഇംഗ്ലീഷിൽ നിന്നാൽ പോരാ. ഇതിൽ നിന്ന് നമ്മൾ അടുത്ത ലെവലിലേക്ക് കയറണം, വിച്ച് ഇസ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. സോ സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ചെറിയ ബേബി സ്റ്റെപ്പാണ്. ഈ ബേബി സ്റ്റെപ്പിലേക്ക് നമുക്കൊന്ന് കയറിയിട്ട് ഇതിനകത്ത് എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ പഠിക്കേണ്ടത്, ശരിക്കും കുറേ ആളുകൾ വേണ്ടാത്തതും വേണ്ടതും ഒക്കെ ആയിട്ട് നമ്മൾ പഠിക്കണമെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് പുഷ് ചെയ്യുന്നു, ഇതൊക്കെ ഉള്ളതാണോ എന്ന് മൊത്തത്തിലൊന്ന് അഴിച്ചു പറക്കി പുതിയ രീതിയിലൊന്ന് നോക്കാം.